പിന്നെ ദേവാ കോളേജിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞൊരു സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ദേവാ കോളേജിനെ കുറിച്ച് ആർക്കും അറിയില്ല. ടൈം മാനേജ്മെന്റ് മദീനത്തുന്നൂറിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. മദീനത്തുന്നൂറിൽ പഠിച്ചിരുന്ന സമയത്തുള്ള ആ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അതെ, പാരന്റ്സിന് വലിയൊരു റോളാണ്. കാരണം അവർ എന്നും വിളിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടെ വിളിച്ച് അന്വേഷിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മോറൽ സപ്പോർട്ടുകൾ ഉസ്താദുമാരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഹക്കീം ഉസ്താദിന്റെ വലിയൊരു ആഗ്രഹമാണ്, പണ്ട് മുതലുള്ള ആഗ്രഹമാണ് നൂറാനിമാരെന്ന് സിയക്കാരുണ്ടാവുക എന്നുള്ളത്. പാസ്സായതിനു ശേഷം നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്, സ്ഥാനം പെട്ടെന്ന് കാണണം, സന്തോഷം അറിയിക്കണം എന്നില്ല. പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയുടെയും ജീവിതത്തിലെ അക്കാഡമിക് ജേണിയിലെ ഒരു വലിയ സ്വപ്നമായിരിക്കും CA എക്സാം പാസ്സായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആവുക എന്നുള്ളത്. ജാമിയ മദീനത്തുന്നൂറിൻ്റെ സന്തതികളിൽ നിന്നും CA എക്സാം പാസ്സായി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. CA മുബാറക് നൂറാനി, CA മാഷൂഖ് അലി നൂറാനി. CA മുബാറക് നൂറാനി, നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി കൊട്ടപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ മദീനത്തുന്നൂറിലെ 13ാം ബാച്ചിലാണ് പഠിക്കുന്നത്. ഏകദേശം ഞങ്ങൾ ഈ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് 2 കൊല്ലം കാന്തപുരം ഇമാം റബ്ബാനി കോളേജ്, അന്നത്തെ അസീസിയ കോളേജ്, അതുപോലെ 5 കൊല്ലം മർക്കസ് ഗാർഡനിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ഇമാം റബ്ബാനിയിൽ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ മർക്കസ് ഗാർഡനിലേക്ക് ഡിഗ്രിക്ക് വേണ്ടി വന്നു. അതിനുശേഷമാണ് പിന്നെ CAയിലേക്ക് വന്നത്. മാഷൂഖ് അലി നൂറാനി. എൻ്റെ സ്ഥലം ഗൂഡല്ലൂരാണ്, നീലഗിരി ജില്ലയിൽ. ഞാനും ഇതേപോലെ 14ാം ബാച്ചിലാണ് ഗാർഡനിൽ പഠിച്ചിരുന്നത്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാരന്തൂർ ഖാദിരിയ എന്ന് പറയുന്ന ഓഫ് ക്യാമ്പസിലായിരുന്നു. പിന്നെ ഡിഗ്രി ഞാൻ BCom ചെയ്തത് മുസ്താനാബാദ് ഇമാം ഷാഫി കോളേജ് ഓഫ് ക്യാമ്പസിലാണ്. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ മദീനത്തുന്നൂറിലുണ്ടായിരുന്നു. രണ്ടുപേരും +2 കൊമേഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മുബാറക് നൂറാനി ഡിഗ്രിയിൽ ചെറിയ വ്യത്യാസം വന്നു കൊമേഴ്സ് ഫീൽഡിൽ നിന്ന്. അതെ, ഞാൻ ഇവിടേക്ക് വരുമ്പം BA ഒരു ബാച്ചിന് ഒരു ഡിഗ്രി എന്നുള്ളൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ക്യാമ്പസുകൾ പൊതുവെ നമ്മുടെ മദീനത്തുന്നൂറിൻ്റെ ക്യാമ്പസുകൾ കുറവായ സമയത്ത് നമുക്ക് BA അറബി ആയിരുന്നു നമ്മുടെ ബാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ BA അറബി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവസാന വർഷത്തിലാണ് CA എന്നുള്ളതിലേക്ക് ഞാൻ മാറുന്നത്. എന്നാൽ മാഷൂഖ് നൂറാനി അതേ ഒരു ഫീൽഡിൽ തന്നെയായിരുന്നു +2 മുതലുണ്ടായിരുന്നു. കൊമേഴ്സ് BCom പഠിച്ചാണ് പിന്നെ പോയത്. +2 കൊമേഴ്സ് ആയിരുന്നു. പിന്നെ BComന് വേണ്ടിയിട്ടാണ് ഇമാം ഷാഫി കോളേജ് മുസ്താനാബാദ് ഓഫ് ക്യാമ്പസിലേക്ക് പോയത്. രണ്ടുപേർക്കും അപ്പോൾ മർക്കസ് ഗാർഡനിൽ അവസാനമായിട്ട് 2 ഇയേഴ്സ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്താണോ CAക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +2 കഴിഞ്ഞ ഉടനെ CA പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ മർക്കസ് ഗാർഡനിൽ മദീനത്തുന്നൂറിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായിട്ടുള്ള ആസഫ് നൂറാനി ഉസ്താദാണ് പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞിട്ട് CA പഠനത്തിലോട്ട് മാറാമെന്നുള്ളത്. ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ CAയിലേക്ക് പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ മർക്കസ് ഗാർഡൻ്റെ CA അക്കാഡമിയിൽ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിരുന്നു. എന്തായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഞങ്ങളവിടുത്തെ ഫസ്റ്റ് ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് അവിടെ റെഗുലറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് വേറെ ഉണ്ടാവും. നമ്മുടെ മദീനത്തുന്നൂറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സ്റ്റാഫ് നേരിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കിതാബിൻ്റെ പഠനത്തിന് ശേഷം ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് ഉസ്താദന്മാരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് പ്രത്യേക ഒരു സിസ്റ്റം ആക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, ഒരു പീരീഡ് കാര്യങ്ങൾ. അതായത് നമുക്ക് ആ സമയത്ത് 3 മണി ഓർമ്മയുള്ള 3 മണിയാണ് നമ്മുടെ ഏകദേശം കിതാബ് തീരുന്ന സമയം വരുന്നത്. അതിന് ശേഷം നമുക്ക് പിന്നെ ഈ സാറുമാർ വന്നിട്ട് ക്ലാസ് എടുക്കും. പിന്നെ നമ്മുടെ 1-ാം ദർസ് കട്ടാക്കാൻ പാടില്ല. അപ്പോൾ 1-ാം ദർസ് ഉണ്ടാവും. പിന്നെ 2-ാം ദർസിൽ ചിലപ്പം ക്ലാസ് വെക്കാം. ഈ കിതാബിൻ്റെ സമയങ്ങൾ, കിതാബ് പഠിക്കാനും കിതാബ് എടുക്കുന്ന സമയങ്ങളും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത രൂപത്തിൽ CA എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ അതിൻ്റെ സിസ്റ്റം അങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. അതെ. അപ്പോൾ അന്ന് എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലാസ്സിൽ പങ്കെടുത്തിന് അല്ലെങ്കിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ? എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബാച്ചിൽ ഏകദേശം 40 ആളുകളുണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇവരുടെ അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഞാനും മാഷൂക്കും
ഞാൻ ചേരുന്ന തന്നെ മാഷൂഖിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. കാരണം ഞാൻ BA അറബിയിൽ നിന്ന് വരുമ്പം ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല, BCom എടുത്തിട്ടില്ല. അപ്പം മാഷൂഖിനോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അശോക് അപ്പോൾ ഇതേ സെയിം ആയിട്ട് ഒരു പീരീഡിൽ തന്നെ പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഫൗണ്ടേഷൻ ചെയ്തത്. ഫൗണ്ടേഷൻ പിന്നെ മുബാറക്കിൻ്റെ ഒരു വർഷം സീനിയർ ആയിരുന്നു. മുബാറക്ക് ഇവിടുന്ന് ഫൗണ്ടേഷൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മുബാറക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് മദീനത്തുന്നൂറിൽ പോയി. ഇവിടുത്തെ ടേം കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി. എനിക്കിവിടെ ഒരു വർഷം ബാക്കിയായിരുന്നു. അതിന് ശേഷമാണ് ഇൻ്റർമീഡിയറ്റിന് വേണ്ടി നിങ്ങൾ പോകുന്നത്. അപ്പം മദീനത്തുന്നൂറിലേക്കുള്ള വിദ്യാർത്ഥികളും കടന്നു വരാറുള്ളത് SSLC പൂർത്തിയാക്കിയതിന് ശേഷമാണ്. SSLC പൂർത്തിയാക്കിയതിന് ശേഷം എന്തായിരുന്നു മദീനത്തുന്നൂറിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ടുണ്ടായിരുന്നത്, ഒരു മോട്ടീവായിട്ടുണ്ടായിരുന്നത്? ഞാൻ SSLC കഴിഞ്ഞതിന് ശേഷം ഒരു ബോർഡിംഗ് സ്കൂളായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നത് അഡ്മിഷൻ എടുക്കാൻ. അങ്ങനെ എൻ്റെ ഉപ്പയുടെ അനുജൻ ആപ്പിൾ സൗദി ഖലീഫ അലി, അവരാണ് ഈ സ്ഥാപനം എനിക്ക് പരിചയപ്പെടുത്തി തന്നതും ഇവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നത്. എൻ്റേത് നമ്മളൊക്കെ ഏകദേശം വരുന്ന സമയത്ത് അന്ന് ദേവാ കോളേജ് അത്രയും വലിയ അത്ര അറിയപ്പെട്ടിട്ടില്ല, വ്യാപകമല്ല. അപ്പം എൻ്റെ അമ്മാൻ്റെ മകനുണ്ട് ഇവിടുത്തെ നൂറാനിയാണ്, റാഷിദ് നൂറാനി കൊട്ടപ്പുറം എന്ന് പറയും. അപ്പോൾ ആളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ആ റിസൾട്ട് SSLCൻ്റെ റിസൾട്ട് അത്യാവശ്യം നല്ല മാർക്കോട് കൂടെ പാസ്സായ സമയത്ത് അന്ന് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയ സമയത്ത് വീട്ടിൽ നിന്നും എല്ലാവരും കുടുംബക്കാരെല്ലാവരും പിന്നെ ദേവാ കോളേജിൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞൊരു സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ദേവാ കോളേജിനെ കുറിച്ച് ആർക്കും അറിയില്ല, മതിപ്പില്ല ആ സമയത്താണ്. അപ്പം അമ്മാൻ്റെ മകന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ കുതിര ഓടിക്കലുണ്ട്, അതുപോലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ അമ്പെയ്ത്തുണ്ട്, കെരാട്ടുണ്ട്, ഈ 4-5 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ പലരോടും ചോദിച്ച്, അപ്പോൾ മദീനത്തുന്നൂറിനെ കുറിച്ച് നാട്ടിലുള്ള SSFൻ്റെ വലിയ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ മദീനത്തുന്നൂർ അത്യാവശ്യം നല്ല സ്ഥാപനമാണ്, 2 അക്കാദമിക്കും അതുപോലെ കിതാബും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പിന്നെ ഇവിടെ വന്നതാണ്. മദീനത്തുന്നൂറിൽ വന്നതിന് ശേഷം +2 ലൈഫും അതുപോലെ തന്നെ ഡിഗ്രി ലൈഫും അടക്കമുള്ള മദീനത്തുന്നൂറിലെ മൊത്തം ജീവിതം എങ്ങനെയായിരുന്നു, അഥവാ എങ്ങനെയായിരുന്നു ഇവിടുത്തെ മതപഠനവും അതോടൊപ്പം അക്കാഡമിക് ജേണിയും ഒരേപോലെ കൊണ്ടുവരുന്നത്? അതെങ്ങനെയായിരുന്നു ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്? ഞാൻ SSLC വരെ നാട്ടിലാണ് പഠിച്ചതൊക്കെ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം മദീനത്തുന്നൂറിൽ ഒരു 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 ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസും. അത് ഇവിടുത്തെ കരിക്കുലമും ഇവിടുത്തെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് സ്റ്റഡീസ്, മറ്റ് നമ്മുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഡിസൈൻ ചെയ്തതുകൊണ്ട് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളിൽ റീഡിംഗ് ആണെങ്കിലോ നമ്മുടെ മറ്റ് സ്കില്ലുകൾ നമുക്ക് വളർത്തിയെടുക്കാനോ അതിനൊക്കെ ഒരുപാട് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു മദീനത്തുന്നൂർ തന്നത്. എന്തായാലും ഈ ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല, അഥവാ അക്കാഡമിക്സും അതുപോലെ തന്നെ മതപഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലുള്ള? ഇല്ല, അത് ടൈം മാനേജ്മെൻറ്റ് മദീനത്തുന്നൂറിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രഷർ ഫീൽ ആവില്ല. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം ഫോം വിളിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും മദീനത്തുന്നൂറിൽ പഠിച്ചിരുന്ന ആ സമയത്തുള്ള ആ ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. അതെ, കാരണം നമുക്ക് അന്ന് ഇവിടെ മൊബൈൽ ഉപയോഗിക്കില്ല, അതുപോലെ എല്ലാം ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കും. എന്നാലോ ഈ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പഠിക്കുന്ന സമയത്ത് സമയം കിട്ടിയില്ല എന്നുള്ളൊരു വിഷയം നമുക്കില്ലായിരുന്നു. അത് ഇവിടുന്ന് പോയതിന് ശേഷമാണ് ശരിക്കും അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒരു അക്കാഡമിക് പ്രഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. മദീനത്തുന്നൂറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ CA എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചത്. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു CA ആകണം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്? എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഇൻസ്പിറേഷൻസ്, ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു? ഞാൻ CA ആവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. ഒരു ഏകദേശം 3-5 ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ നോട്ടുകളിങ്ങനെ എണ്ണൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നോട്ട് എണ്ണുമ്പം ഉമ്മല്ല പെങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് CA ആവാൻ പറ്റും എന്ന് അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അന്ന് മനസ്സിൽ കയറിയതാണ് CA ആവുക എന്നുള്ളത്. പിന്നെ എനിക്ക് ജീവിതത്തിൽ CA എന്നുള്ളൊരു ബന്ധമില്ല. മാത്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാത്സിൽ അത്യാവശ്യം കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ പഠിക്കാത്ത ഒരാളാണ്. SSLCയിൽ മാത്രം പഠിച്ചാണ്ട് മാർക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പം 8-ാം ക്ലാസ്സിലെ സിലബസ് വെച്ചാൽ ഒന്നും അറിയാത്ത ആളും കൂടിയാണ്. അപ്പം പിന്നെ ഇവിടെ വന്ന്
ആസഫ് ഉസ്താദിനോട് സംസാരിച്ചു. ആസഫ് ഉസ്താദ് അന്ന് +1 ഞങ്ങൾക്ക് +1 +2 ആസഫ് നൂറാനി ഉസ്താദ്, ഇപ്പോഴത്തെ ജോൺ ഡയറക്ടറായിട്ടുള്ള ഉസ്താദ്. അപ്പം ഉസ്താദ് അന്ന് വന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ചോദിക്കും എന്താ ലക്ഷ്യം എന്ന് ചോദിക്കുമല്ലോ. അപ്പം അപ്പോഴാണ് എനിക്ക് പണ്ടെന്നോ മനസ്സിലുണ്ടായിരുന്നൊരു ലക്ഷ്യം CA ആവുക എന്നുള്ളത് അന്ന് പറയുന്നത്. അന്ന് ആസഫ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹക്കീം ഉസ്താദിൻ്റെ വലിയൊരു ആഗ്രഹമാണ്, പണ്ട് മുതലുള്ള ആഗ്രഹമാണ് നൂറാനിമാരെന്ന് CA-ക്കാരുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതാലോചിക്കുമ്പം വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് BA അറബി എടുത്ത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് BA അറബി എടുത്തു. പിന്നെ അറബിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തപ്പം പിന്നെ CA ഒരു ഘട്ടത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവസാന സമയത്ത് ലാസ്റ്റ് ഇവിടുന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പാണ് ആസഫ് ഉസ്താദ് ഒരു മീറ്റിംഗ് പള്ളിയിൽ നിന്ന് ഞങ്ങളൊരു ബാച്ച് വെച്ചിട്ട് മീറ്റിംഗ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, നമ്മുടെ മർക്കസ് ഗാർഡൻ CA അക്കാദമി തുടങ്ങുന്നുണ്ട്, അപ്പം ആ CA അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന്. അങ്ങനെയാണ് ഈ ഒരു 4 കൊല്ലത്തിന് ശേഷം ഞാൻ വീണ്ടും CA എനിക്ക് ആവണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് വീണ്ടും ഞാൻ സ്ഥാനം എടുത്ത് വന്ന് പറഞ്ഞ്, അങ്ങനെ പിന്നെ മാഷൂഖനായിട്ടൊക്കെ സംസാരിച്ച് ഇവർ ഓൾറെഡി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പം അങ്ങനെ ഇവരോട് സംസാരിച്ച് അങ്ങനെയാണ് CA-യിലേക്ക് വീണ്ടും മാർക്കസ് ഗാർഡൻ വരുന്നത്. ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. കൊമേഴ്സ് പഠിച്ചു, പക്ഷെ BA അറബിയിലേക്ക് കയറിയപ്പോൾ പിന്നെ അത് വിട്ടുപോയി. പിന്നെ ഒരു 3 വർഷത്തിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് 4 വർഷം കഴിഞ്ഞു ഏകദേശം അവസാന വർഷത്തിലേക്കാണ് CA-യിലേക്ക് ഗാർഡനിൽ ഇറങ്ങുന്നതിന് ഒരു 6 മാസം മുമ്പാണ് ഈ CA എടുക്കുന്നത്. അപ്പം 6 മാസം ഈ ഫൗണ്ടേഷൻ എക്സാം ഞങ്ങൾ രണ്ടുപേരും ഫൗണ്ടേഷൻ എക്സാം ഇവിടുന്നാണ് ഇരുന്നത്. ഇവിടുന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് നല്ലൊരു മാർക്കോട് കൂടെ പാസ്സായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷെ മാഷൂഖ് നൂറാൻ്റെ വരവ് വ്യത്യസ്തമാണ്. കൊമേഴ്സും BCom പഠിച്ചാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു CA ആയിരുന്നു ആദ്യം ആഗ്രഹം എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് SSLC വരെ ഞാൻ അങ്ങനെ സ്റ്റഡീസിൽ അധികം ഫോക്കസ്ഡ് അല്ലായിരുന്നു. ഇനി മദീനത്തുന്നൂറിൽ വന്നതിന് ശേഷം +1 +2 ഞാൻ കൊമേഴ്സാണ് എടുത്തിരുന്നത്. അതിൽ എൻ്റെ സബ്ജക്ട്സിലുള്ള ചില മികവുകൾ കണ്ടതിന് ശേഷം എനിക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്ന എടുത്ത് പറയേണ്ട ഒരാളുണ്ട്, അഹ്സനി ഉസ്താദാണ്, മർക്കസിലുള്ളൊരു അധ്യാപകനാണ്. അവരാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നീ അത് നോക്കണം. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചതും പിന്നെ പിന്തുടർന്നതൊക്കെ. പിന്നെ ഞാൻ ഡിഗ്രിയിലേക്ക് വന്നപ്പോൾ BCom കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം MCom MBA ഇങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള 2 ചാൻസുകളാണല്ലോ. BCom കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് രണ്ടിനും താല്പര്യമില്ലായിരുന്നു. ഞാൻ BCom ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിന് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ ഈ കോഴ്സ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ജീവിതത്തിലും ആസഫ് നൂറാനി ഉസ്താദ് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ പ്രചോദനങ്ങളും ഉസ്താദിൻ്റെ ക്ലാസ്സുകളിലുള്ള സംസാരങ്ങളും എല്ലാം CA-യിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മദീനത്തുന്നൂറിലെ ചിട്ടയുള്ള ജീവിതവും അതിലേക്കുള്ള വലിയൊരു വഴികാട്ടിയായിട്ട്. നമ്മൾ ഫൗണ്ടേഷൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ 1ാം ദർസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ 1ാം ദർസിൽ നമുക്ക് കിതാബ് നോക്കണം എന്നുള്ളതാണ്. 1ാം ദർസിൽ ഇങ്ങനെ ഇരിക്കുമ്പം ആസഫ് ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വിളിക്കും. നമ്മളൊക്കെ ഇങ്ങനെ പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവണം എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ്, രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിന് കാത്തിക്കാൻ പാടില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവണം എന്ന് ഉസ്താദ് ഇങ്ങനെ ഓരോ 1ാം ദർസിൽ ഉസ്താദ് ഇങ്ങനെ പഠിക്കുന്നുണ്ടോ നോക്കുമല്ലോ വന്നിട്ട്. ആ സമയത്ത് ഉസ്താദ് വിളിച്ചിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അതൊരു വലിയൊരു പ്രചോദനമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി അന്ന് ഉണ്ടായിരുന്നു, കിട്ടണം എന്നുള്ളത്. അത് നമുക്ക് അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ സാധിച്ചു. ഏകദേശം 2019 നവംബറിലാണെന്ന് തോന്നുന്നു ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിരുന്നത്. അപ്പോൾ മദീനത്തുന്നൂറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു അവരനുഭവം ഫൗണ്ടേഷൻ എക്സാമിന് പോയത്? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് ഈ ഓറിയൻറ്റേഷൻ്റെ ഒരു നമ്മുടെ ക്ലാസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു 15 ദിവസത്തെ ക്യാമ്പാണ്. അപ്പം അതിൽ കുട്ടികൾ ഒരു ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, എല്ലാവരും പറയും ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ കുട്ടികളാണ്. അപ്പം അവരെല്ലാവരും പറയും ഇൻ്റർമീഡിയറ്റ് കിട്ടിയ റിസൾട്ട് വന്ന സമയമുണ്ടല്ലോ, അത് അത്രയും നമ്മൾ പ്രതീക്ഷിച്ച് ഇത്രയും കാലം പഠിച്ചിട്ട് റിസൾട്ട് വരുന്നതായിട്ട് എന്നോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫൗണ്ടേഷൻ കിട്ടിയ സമയമാണെന്ന് പറഞ്ഞു. കാരണം ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞാൽ ഇവിടെ കിതാബ് ഒരു ഭാഗത്ത്, 1ാം ദർസ് വേറൊരു ഭാഗത്ത്, പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ CA, അതിൻ്റെ പുറമെ നമ്മുടെ സാഹിത്യോത്സവ കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പം പോകേണ്ടി വരും. അതുപോലെ വായന, ചിലപ്പം ചില വിഷയങ്ങൾ സെമിനാറുകൾ ചിലപ്പോൾ നടക്കും. അപ്പോൾ അതിൽ ചിലപ്പം പേപ്പർ പ്രസൻറ്റേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ CA കിട്ടുകയെന്ന് പറയുന്നത്. പിന്നെ സ്റ്റഡി ലീവ് വളരെ കുറഞ്ഞ സ്റ്റഡി ലീവ് നമുക്ക് തന്നത്. കാരണം ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് സ്റ്റഡി ലീവ് കൂടുതൽ തരാനുള്ള സമയം നമ്മുടെ മദീനത്തുന്നൂറിനില്ല ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത്രയും നമുക്ക് ഓർമ്മയുണ്ട്, 12 ദിവസമാണ് ഞങ്ങൾക്ക് അന്ന് തന്നത്. ഒരു വിഷയത്തിന് ഏകദേശം 4 ദിവസം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് തരുന്നത്. പക്ഷേ ഇപ്പം ഒരു CA പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സത്യം പറഞ്ഞാൽ ഒരു 12 ദിവസം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റലുണ്ടാവില്ല.
അപ്പം അങ്ങനെയാണ് ഞങ്ങളൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നെന്നൊക്കെ പറഞ്ഞപ്പം ഇവിടെ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചിരിക്കുമ്പോൾ റിസൾട്ട് വന്നത്. എൻ്റെ കേസിലും അതേപോലെ തന്നെയാണ്. ഇത് ഫൈനലി ഇൻ്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ 3 ലെവലിൽ നോക്കുമ്പോൾ ഫൗണ്ടേഷൻ്റെ റിസൾട്ടിനായിരുന്നു കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ കുറഞ്ഞ സമയത്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ റിസൾട്ടായിരുന്നു. ബാക്കിയുള്ള ലെവലുകളിലൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1-2 മാസം കിട്ടിയിട്ടുണ്ട്, മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഇവിടുന്ന് നിന്ന് കിട്ടിയ ആ ഒരു റിസൾട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടായിരുന്നത്. കുറഞ്ഞ സമയത്ത് കൂടുതൽ ഉസ്താദുമാരൊക്കെ എല്ലാവരും ഇങ്ങനെ ഉസ്താദുമാർ നേരിട്ട് ചിലപ്പം ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കും, അവർ പഠിക്കുന്നുണ്ടോ, അവർ നോക്കുന്നുണ്ടോ, അവർക്ക് കിട്ടുമായിരിക്കും അല്ലേ, അവർ എന്താണ് ഞങ്ങളുടെ ഷെഡ്യൂളിൻ്റെ സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഉസ്താദുമാരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഠനമൊക്കെ നടക്കുന്നുണ്ടോ ഞങ്ങളുടെ പഠനം. അപ്പം ഉസ്താദുമാരൊക്കെ ഇതിൽ ഈ റിസൾട്ട് കിട്ടണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ആളുകളായിരുന്നു. പിന്നെ നമ്മോടുള്ളൊരു വിശ്വാസമാണ്, ഈ സമയം കൊണ്ടും വരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. മദീനത്തുന്നൂറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഉസ്താദുമാരുടെയും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളും സപ്പോർട്ടുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. മദീനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയായിരുന്നു പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞ ഉസ്താദുമാരുടെയും എല്ലാം സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മളൊരു നോർമൽ കോളേജിലൊക്കെ ഇപ്പം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നത് നമുക്കറിയാം, ഒരു നോർമൽ കോളേജുകളിലൊക്കെ ഇപ്പം പഠിക്കുകയാണെങ്കിൽ, പുറത്തുള്ള കോളേജുകളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ആളുകളായിട്ട് കൂട്ടായി കാര്യങ്ങളായി അങ്ങനെ കൊണ്ട് പോവുക ചെയ്യാം. പക്ഷേ ഈ ഒരു മദീനത്തുന്നൂറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ റിസൾട്ട് വരുന്ന അന്ന് വരെ ഉസ്താദുമാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായി പഠനം, എന്തായി, അതുപോലെ എന്തായി റിസൾട്ട് എന്താവും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് നമ്മളെ ക്ലാസ് ഗ്രൂപ്പുകളിലും ഒക്കെ സജീവമാണ്. നമ്മളെക്കാൾ ഒരു പക്ഷേ ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട് നമ്മളെക്കാളും പ്രതീക്ഷിക്കുന്നത് ഉസ്താദുമാരാണെന്നുള്ളത്. കാരണം ഓരോ അറ്റംപ്റ്റ് വരുമ്പോഴും ഉസ്താദുമാർ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉസ്താദുമാർ ബാക്കിയുള്ള കുട്ടികളോട് നമ്മൾ ഇരിക്കുമ്പോൾ പറയും, ഇത് ഇങ്ങനെ CA പഠിക്കാണ്, ഫസ്റ്റ് പാസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു, ഇങ്ങനെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. അപ്പം അത് വലിയൊരു പ്രചോദനമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് 5 വർഷം ഇപ്പോൾ ഏകദേശം നമ്മൾ അവിടുന്ന് കടന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ 4 വർഷം കംപ്ലീറ്റ് ആകുന്നുണ്ട്, CA കംപ്ലീറ്റ് ആകുമ്പോൾ. അപ്പോൾ ആ സമയം 4 വർഷവും ഉസ്താദുമാർ നമ്മുടെ പിന്നാലെ ഇങ്ങനെ ഈ ഒരു കാര്യം, ഇപ്പം ഇഷ്ടംപോലെ കുട്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ മദീനത്തുന്നൂറിന്ന്. പക്ഷെ എന്നാലും ഓരോരുത്തരെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടെടുക്കുക എന്ന് പറയുമ്പം അത് പുറത്തൊരു ക്യാമ്പസ് ഒന്നിലും ഇല്ലാത്തൊരു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ പിന്നെയും ഇത്രയും കെയർ ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ളത്. അതെ അതെ. എൻ്റെ കേസിൽ ഇപ്പോൾ പാരൻസിന് വലിയൊരു റോളാണ്. കാരണം അവർ എന്നും വിളിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. പക്ഷേ അതുപോലെ തന്നെ ഇടയ്ക്കിടെ വിളിച്ച് അന്വേഷിച്ച് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മോറൽ സപ്പോർട്ടുകൾ, അതേപോലെ ഇമോഷണലായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉസ്താദുമാർ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഈ കോഴ്സിൽ പിടിച്ചു നിൽക്കാനും നമുക്ക് ഇതിനു വേണ്ടി പരിശ്രമിക്കാനൊക്കെ ഉള്ള ഒരു എനർജി തരുന്നൊരു സംഭവമാണ് പറഞ്ഞത്. ഇപ്പോൾ പേരൻസ് എന്ന് പറഞ്ഞാൽ ഞാനവരുടെ മോനാണ്, ആ രീതിയിൽ അവരെന്ത് ചെയ്യും, അവർ ഡെയിലി വിളിക്കും, ഞാൻ അവരെ വിളിക്കും. പക്ഷേ ഇതിനപ്പുറം ഉസ്താദുമാരും നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ ഈ കാര്യങ്ങൾ ചോദിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിഷയത്തിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും ഇതിനു വേണ്ടി പരിശ്രമിക്കാനൊരു എനർജി കിട്ടും. ഇപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇപ്പോൾ പുസ്തകങ്ങൾ പറയുമ്പം നമുക്ക് ചിലപ്പം പഠിച്ചിങ്ങനെ മടുക്കുന്ന സമയത്ത് ചിലപ്പം ഇനി നമുക്ക് ബാക്കിലൊരു വലിയൊരു കൂട്ടായ്മ വരാനുണ്ട്, നമ്മളെ കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് CA എന്നൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉസ്താദുമാരുടെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ നിർത്തിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും, ഇവർ പിന്നെ ബാക്കിയുള്ളവർക്ക് നമുക്ക് കിട്ടിയാലേ അവർക്കൊരു ഒരിക്കലും കൈവിടാത്ത ചിന്തല്ലാത്ത രൂപത്തിൽ പ്രൊമോട്ട് ചെയ്ത് ഈ കോഴ്സിൻ്റെ ഒരു സ്വഭാവമാണത്. ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരും, അവർ പരിശ്രമിക്കും, ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ 2 അറ്റംപ്റ്റ് നിനക്ക് എക്സാം വിചാരിച്ച പോലെ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഉള്ള ഒരു ഫീൽഡാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത് ഇത്തരത്തിലുള്ള നമുക്കുള്ള ഒരു ബാക്കപ്പും ഒരു ഫോളോ അപ്പും നമുക്കുള്ളതുകൊണ്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു ബാച്ചിൽ ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പം അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട്സ് ഇപ്പം അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കണ്ടാൽ പിന്നെ അവരാരും അടുത്ത് സംസാരിക്കില്ല, പഠിക്കുന്നുണ്ട് ഒരു മാറിയേക്കും. അതുപോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. ഇപ്പോൾ എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിനെ നമ്മളെ ബാച്ച് മൊത്തത്തിൽ സപ്പോർട്ടായിട്ടാണ് അതെ കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സും പാരൻസും ഉസ്താദുമാരൊക്കെ കൂടിയ ഒരു വലിയൊരു വിങ്ങാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റായില്ല. പിന്നെ മദീനത്തുന്നൂറിൽ നിന്ന് തന്നെ ഈ ഒരു CA ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ,
എങ്ങനെയായിരുന്നു അതിലേക്കുള്ള മദീനത്തുന്നൂർ നിന്നുള്ള റിസോഴ്സുകൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു ഷെഡ്യൂൾ, ടൈം മാനേജ്മെൻറ്റ്, ഒരു ഡിസിപ്ലിൻ എങ്ങനെയായിരുന്നു കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? മദീനത്തുന്നൂറിൽ ഉള്ള ഷെഡ്യൂളും അതുപോലെ മദീനത്തുന്നൂറിന് ഇറങ്ങിയതിന് ശേഷമുള്ള ഷെഡ്യൂളും രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മദീനത്തുന്നൂറിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരെയും കാണുന്നത് പഠിക്കുന്ന ആളുകൾ മാത്രമാണ്. നമുക്ക് നമ്മൾ മദീനത്തുന്നൂർ കഴിഞ്ഞിട്ട് പോയതിന് ശേഷം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പ്രഷർ മദീനത്തുന്നൂറിന് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനല്ല, ആ ഒരു ടെൻഷനൊന്നും മാത്രമല്ല. എല്ലാവരും പഠിക്കുന്നു, ഫ്രണ്ട്സിനെ കാണേണ്ടടുത്ത് കാണുന്നുണ്ട്, പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നുണ്ട്. ജസ്റ്റാണ്. ഞാൻ എൻ്റെ പഠന രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി കൂടുതൽ ഇരിക്കാതെ രാവിലെ നേരത്തെ എണീക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം മദീനത്തുന്നൂറിൽ പിന്നെ തഹജ്ജുദിന് എല്ലാവരും എണീക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് എണീക്കാൻ പെട്ടെന്ന് കഴിയും. മദീനത്തുന്നൂറിൽ എല്ലാവരും എണീക്കുന്നുണ്ട്. അപ്പം 4:30 എണീക്കും, നേരെ പോയി നമ്മുടെ ഹൗസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് നേരെ ഒരു ബക്കറ്റ് വെള്ളം തലയിൽ വരും, നേരെ തിരിച്ചു വരും. എന്നിട്ട് പള്ളിയുടെ, ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആയപ്പം പള്ളീൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. പള്ളിയുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് സുബൈ വരെ തഹജ്ജുദ് കഴിച്ചിട്ട് സുബൈ വരെ അവിടെ നോക്കും. അപ്പോൾ ഈ സമയത്ത് രാത്രി ഇരുന്ന് കിട്ടാത്ത കുറേ സംഗതികളുണ്ടാവും. ഇങ്ങനെ കുറേ തല പോയി ചിന്തിച്ചിട്ടും കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെ. അപ്പം അത് ലാസ്റ്റ് പൂട്ടിച്ച് നിർത്തിയതായിരിക്കും. രാവിലെ അത് നോക്കുമ്പോൾ ഇങ്ങനെ മറിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും എഫക്റ്റ് എനിക്കൊരു, എല്ലാവർക്കും അങ്ങനെ അതെ ഒരു വർക്കത്താണത്. അപ്പം അത് മറിക്കുമ്പോഴേക്കും എല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും ചിലപ്പോൾ രാത്രി ഇത്രയും ചിന്തിച്ചിരുന്ന ഇതിന് വേണ്ടിയാന്നൊക്കെ ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നു. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇരുന്നാണ്ട് പഠിക്കും. പിന്നെ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അസർ 3 വരെ ക്ലാസ്, പിന്നെ നമ്മുടെ കിതാബിൻ്റെ ക്ലാസ്, അതിന് ശേഷം CA ക്ലാസ് ഉണ്ടാവും. അസറിൻ്റെ ശേഷം ചിലപ്പം സാർമാരില്ലെങ്കിൽ അസറിൻ്റെ ശേഷം ഇരുന്ന് പഠിക്കുക. മൊബൈലും ഇതൊന്നും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൊബൈലാണ്. അപ്പം അന്ന് അത് ആ സംഗതി തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാത്രിയും കാര്യങ്ങളും ടൈം ഏകദേശം നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പം ഫുൾ ഡേ ഒന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ കിട്ടുന്ന ടൈം വളരെ എഫക്റ്റീവായിരുന്നു. അതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ ഷെഡ്യൂൾ ഉണ്ടല്ലോ. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിലുള്ള ഒരുപാട് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രെച്ചിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ദുഹാ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലുഹർ ജമാഅത്തിൻ്റെ സമയത്ത് അടുത്ത് ബ്രേക്ക് ഉണ്ട്, അസറിന് അടുത്ത് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ പഠിക്കുക, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക, നിസ്കാരം, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു ടൈം എന്താ പറയുക, ഓവർ സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഒരു മടുപ്പ് വരാത്ത രീതിയിൽ ഇവിടുത്തെ ടൈം നമുക്ക് പുറത്തു പോയി എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ കൊണ്ടുനടക്കാം. അത് ഇവിടുത്തെ ഒരു മദീനത്തുന്നൂർ തന്നെ ഈ CA ജേണിയിലേക്കുള്ള ഒരു സ്റ്റഡി റൂട്ടീൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഗ്യാപ്പ് പോലെ തോന്നും. കാരണം ഫൗണ്ടേഷന് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിച്ചൊരു സാധനം പിന്നീട് നമ്മളവിടെ ഇറങ്ങുമ്പം വെറും ഇൻ്റർമീഡിയറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് കിട്ടിയ പോലെ തോന്നും. ഇപ്പോൾ നമുക്ക് സിലബസ് കുറേയൊക്കെ അത്ര വലിയൊരു സംഭവമായിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൺട്രോൾ ചെയ്ത ഒരാൾ പെട്ടെന്ന് ഒന്ന് മാത്രമേ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീനെസ് ഉണ്ടാവും. അപ്പം അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി. അപ്പം നമുക്ക് ഇൻ്റർമീഡിയറ്റ് അത്ര വലിയ ഇതായിട്ട് എനിക്ക് സത്യത്തിൽ തോന്നിയിട്ടില്ല. കാരണം ഫൗണ്ടേഷൻ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കവർ ചെയ്തപ്പോൾ ഒരു ബെനിഫിറ്റും കൂടെ അതിലുണ്ടായിരുന്നു. രണ്ടുപേരും മദീനത്തുന്നൂറിൽ നിന്ന് തന്നെയാണ് ഫൗണ്ടേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നെ ഇൻ്റർമീഡിയറ്റും ഫൈനലൊക്കെ ചെയ്തിട്ടുള്ളത്. മദീനത്തുന്നൂറിന് ഇറങ്ങിയതിന് ശേഷം പിന്നെ എവിടെയൊക്കെയായിരുന്നു പഠിച്ചത്, എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു അപ്പോഴുള്ള ജീവിതവും? ഞാൻ ഇൻ്റർമീഡിയറ്റ് ചെയ്തത് അന്ന് മർക്കസ് ഗാർഡൻ CA അക്കാഡമി, ഇപ്പോൾ ഹിസാബ് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കകാലമായിരുന്നു. അപ്പോൾ മർക്കസ് ഗാർഡൻ CA അക്കാഡമിയിലായിരുന്നു ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റഡീസ് നടത്തിയത്. അപ്പോൾ ഇവിടുന്ന് മദീനത്തുന്നൂറിന് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് സ്റ്റഡീസ് അവിടെ നിന്ന് പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ആർട്ടിക്കിൾഷിപ്പ് നമുക്കൊരു 3 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട് ഇതിൽ. 1 വർഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ 1 വർഷം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ കേരളത്തിലെ കുറച്ച് വർക്കുകളുടെയൊക്കെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് കോഴിക്കോടിലേക്ക് വന്ന് റാസി ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫേമിൽ ഞാൻ ബാക്കിയുള്ള 2 വർഷത്തെ ട്രെയിനിങ് അവിടെയാണ് ചെയ്തത്. പിന്നെ ഫൈനലിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കേരളത്തിൽ ഇപ്പോൾ എന്തില്ല, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഫൈനലിന് ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യൽ നോർത്ത് സൈഡിലുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മേടിക്കും. എന്നിട്ട് നമ്മൾ സ്വന്തം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയാണ്. സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കുള്ളത്. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ
ഇൻ്റർമീഡിയറ്റിന് ഫൗണ്ടേഷൻ ഞാൻ കഴിഞ്ഞു. മാഷൂക്ക് ഇൻ്റർമീഡിയറ്റിന് ഇവിടെ മാർക്കസ് ഗാർഡൻ സി അക്കാദമി തന്നെയായിരുന്നു. ഞാൻ ആ കൊല്ലം ഇവിടെ ഇറങ്ങാണ്. മാഷൂക്കിൻ്റെ ഒരു കൊല്ലം ഇവിടെ നിൽക്കാനുണ്ട്, ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം ഞാൻ നേരെ ഇവിടുന്ന് കഴിഞ്ഞ് ഇവിടുന്ന് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിലാണ്, ഈ സി എൻ്റെ ഹബ്ബ് എന്നൊക്കെ ഞങ്ങൾ അന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയാണ് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. ഇപ്പം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കേരളത്തിലും നല്ല ഒരുപാട് സ്ഥാപനങ്ങൾ കാര്യങ്ങൾ വന്നു. അപ്പോൾ അവിടെ പോയിട്ട് പഠിക്കാന്നുള്ളതിലൊക്കെ അവിടെ പോയി ഒറ്റൊരു മാസം നിന്നിട്ടുള്ളൂ. അപ്പോൾ കൊറോണ ആയി തിരിച്ചു പോന്നു. പിന്നെ ഓൺലൈനിൻ്റെ ക്ലാസ്സുകളാണ്, പിന്നെ കഴിയുന്ന വരെ ഓൺലൈനായിരുന്നു ഉണ്ടായിരുന്നത്. സി എ കോവിഡിന് ശേഷം ഈ കോഴ്സിലും ഓൺലൈൻ ഒരു മാറ്റം നല്ലോണം വന്നിട്ടുണ്ട്. മറ്റേത് ക്ലാസ്സിന് വേണ്ടിയിട്ട് കുട്ടികൾ പോകലായിരുന്നു. ഇവിടെ ചെന്നൈയിൽ പോകുന്ന ആളുകളുണ്ട്, ബാംഗ്ലൂർ, അങ്ങനെ ഓരോ സ്ഥലത്ത് പോകലായിരുന്നു. പിന്നെ അവിടെ ഉള്ള ഫാക്കൽറ്റീസിന് നല്ല നല്ല ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്ത് ഇവിടെ തന്നെ വീട്ടിലായിട്ടും ഹോസ്റ്റലുകൾ ഇവിടെ എടുത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി കോവിഡ് കഴിഞ്ഞപ്പോൾ. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം? ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഫൈനൽ എഴുതാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റഡീസ് നോക്കണം, ഓഫീസിലുള്ള നമ്മുടെ വർക്ക് നോക്കണം, ക്ലാസ് കേൾക്കണം. അപ്പം കൊറോണക്ക് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ രാവിലെ ഇപ്പം ഒരു 9 മണിക്കാണ് നമ്മൾ ഓഫീസെങ്കിൽ, ഇപ്പോൾ ചെന്നൈയിലൊക്കെയാണ് ആ സിസ്റ്റം അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇപ്പം 9 മണിക്കാണെങ്കിൽ രാവിലെ 6 മണി ടു 9 മണി വരെ ക്ലാസ് ഉണ്ടാവും. രാവിലെ 6 മണി ടു 9 മണി വരെ ക്ലാസ്സിന് പോയിരിക്കണം. എന്നിട്ട് വേഗം വന്ന ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 9 മണി മുതൽ 5 മണി വരെ ഓഫീസിൽ ഇരിക്കും. അങ്ങനെയായിരുന്നു സിസ്റ്റം ഉണ്ടായിരുന്നത്. പിന്നീട് കൊറോണ വന്നപ്പം ഒക്കെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയപ്പോൾ കുറേയൊക്കെ ഗ്യാപ്പ് കിട്ടി. ആളുകൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം, രാത്രിയും കാണാം, രാവിലെയും കാണാം. അപ്പോൾ പിന്നെ കുറേയൊക്കെ എളുപ്പമായി. ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. എറണാകുളത്ത് കംപ്ലീറ്റ് ആക്കി. പിന്നെ ഇതുപോലെ തന്നെ മാഷൊക്കെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഫൈനലി ഒരേ ടൈം ആയിരുന്നു എഴുതിയിരുന്നത്, അല്ലെങ്കിൽ ഒരു എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഞങ്ങൾ പാസ്സായതിൻ്റെ ഇടയിൽ വെറും ഒറ്റ അറ്റംപ്റ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ 2024 നവംബറിൽ പാസ്സായി. മാഷൂക്ക് മെയ് 2025 പാസ്സായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അനുഭവങ്ങൾ? എന്തായിരുന്നു ഇന്റർമീഡിയറ്റ് പാസ്സാകുമ്പോഴും ഫൗണ്ടേഷൻ പാസ്സാകുമ്പോഴുള്ള അനുഭവങ്ങൾ പറഞ്ഞു? അതിനകത്തിനുള്ളിൽ നിന്ന് തന്നെയായിരുന്നു ആളുകളും പാരൻസ് വിളിക്കലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്റർമീഡിയറ്റും ഫൈനലൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇത് രണ്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇന്റർമീഡിയറ്റ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി 3 വർഷം ആർട്ടിക്കൽഷിപ്പ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും. ഫൈനൽ പഠിക്കണം, ഫൈനൽ എഴുതി പാസ്സാവണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ കൂടെ വരും. പക്ഷേ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ കരിയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരു കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ട് പൂർത്തിയാവുക എന്ന് പറയുന്നത് അതിൽ ക്വാളിഫൈഡ് ആകുമ്പോഴാണല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് ഫൈനൽ പാസ്സാകുമ്പോഴേ കിട്ടുള്ളൂ. പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും എടുത്ത് പറയാനില്ല. അപ്പോൾ പാസ്സായപ്പോഴുണ്ടായിരുന്ന പാസ്സായപ്പോൾ എന്തായാലും പാസ്സാകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പരാജയപ്പെടുന്ന ഒരു ഫീലാണല്ലോ. ആണ്. പക്ഷേ ഈ കോഴ്സിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻസ് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്പേഴ്സ് വെച്ചിട്ടുള്ളൊരു എക്സാമാണ്. ഈ ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ സ്റ്റെപ്പുകൾ ചിലപ്പോൾ സ്റ്റെപ്പുകൾ മൊത്തത്തിൽ മാറിപ്പോകുന്ന കേസുകളുണ്ട്. ഇപ്പം ഞാൻ ചില പേപ്പറുകളൊക്കെ എഴുതിയ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം ഇപ്പോൾ ഫുൾ എഴുതി നമ്മൾ ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച സാധനമായിരിക്കും. ഇപ്പം ചില പേപ്പറുകൾ അതിന് ഒരു നമ്പർ മാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പും തെറ്റാണ്. അപ്പം 4-5 പേജൊക്കെ എഴുതിയിട്ടുണ്ടാവും, 0 ഇട്ടിട്ടുണ്ടാവും അതിന് മുകളിൽ. ഒറ്റൊരു മാർക്ക് പോലും കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഈ നമ്പർ ശരിയാണോ തെറ്റാണോ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ബോഡി, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ നിയന്ത്രിക്കുന്നത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞ ഒരൊറ്റ ടൂൾ വെച്ചിട്ടാണ്. എക്സാമിലാണ് അവരെല്ലാം കൺട്രോൾ ചെയ്യുക. സ്റ്റുഡൻസ് എത്ര ആൾക്കാർ ഓരോ ടൈമിലും അവൈലബിലിറ്റി അനുസരിച്ചാണ് എക്സാം വാല്യുവേഷൻ്റെ സ്ട്രിക്ട്നെസ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ആളുകൾ പാസ്സാവും, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഏത് ലെവലിലാണ് ഓരോ ആളുകളും പ്രിപ്പയർ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇതിലുണ്ട്. ഏതായാലും ഒരുപാട് കഠിന പരിശ്രമങ്ങൾക്ക് ശേഷം അതിൻ്റെ എല്ലാം ഫലമായിട്ട് രണ്ടുപേരും CA പാസ്സായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മദീനത്തുന്നൂറിലെ ഇപ്പോഴുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസിലേക്കും അതിൻ്റെ ഉന്നത മേഖലകളിലേക്കും പോകാനുള്ള അവസരങ്ങളും, അതോടൊപ്പം സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രീമിയർ ക്യാമ്പസുകളിലേക്കുള്ള സെലക്ഷനുകളിലേക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ CA CMA കോഴ്സുകളും അതുപോലെ തന്നെ അതിനുള്ള ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും പ്രചോദനങ്ങളും എല്ലാം മദീനത്തുന്നൂർ കൊടുക്കുന്നുണ്ട്.
ഇപ്പം മദീനത്തുന്നൂറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിറൻസിനോട് എന്താണ് അവർക്ക് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊരു അഡ്വൈസാണ്, ടിപ്സാണ് പറയാൻ തന്നെ? അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത് പേഷ്യൻസ് വേണം, കൺസിസ്റ്റൻസി വേണം, അതേപോലെ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇതുപോലത്തെ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ഇപ്പം ഒരു അറ്റംപ്റ്റ് ചിലപ്പം 10ഓളം അറ്റംപ്റ്റ് ചിലപ്പം എടുത്ത് പാസ്സാകുന്ന ആളുകളുണ്ട്. പക്ഷെ CA ആയി കഴിഞ്ഞാൽ പിന്നീട് അവരോട് ആരും ചോദിക്കില്ല എത്ര അറ്റംപ്റ്റ് എടുത്തെന്ന് അവരോട് ആരും ചോദിക്കാറില്ല. കാരണം CA ആയി കഴിഞ്ഞാൽ പിന്നെ ആ 2 അക്ഷരം മതി അവർക്ക് ആളുകളുടെ മുന്നിൽ, പാസ് മതി. പക്ഷേ ഈ ഒരാൾ 10 അറ്റംപ്റ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ പാസ്സായിട്ടുണ്ടാവാം. പക്ഷെ അയാൾ ഒരു 9ാമത്തെ അറ്റംപ്റ്റിൽ ആൾ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് പറഞ്ഞാൽ അത്രയും കാലത്ത് അധ്വാനം മുഴുവനും വേസ്റ്റായി എന്നുള്ളതാണ്. കാരണം അതെ CA ആയ ഒരാളും CA ക്വാളിഫൈ ആവാതെ നിർത്തിപ്പോയ ഒരാളും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മുടെ പുറത്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. അപ്പം ഇതിൽ ഒരൊറ്റ അറ്റംപ്റ്റ് കൊണ്ട് തോൽക്കുമ്പോഴേക്കും ഈ കോഴ്സ് എനിക്ക് പറ്റിയതല്ല എന്നതിന് പകരം നമ്മളുടെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണോ, ഒന്നും കൂടെ നോക്കിയാൽ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും ഓടിച്ചെന്ന് കയറേണ്ട ഒരു കോഴ്സാണ് എന്നുള്ളതല്ല, മറിച്ച് ഇത് നോക്കിയിട്ട് നമുക്ക് പറ്റിയതാണ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ കിട്ടേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാവി സ്കോപ്പുകൾ, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ ഈ CA? ചലഞ്ചസ് ഇപ്പോൾ ഓരോ അറ്റംപ്റ്റുകൾ കഴിയുമ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്താകും, പാസ്സായ ആളുകളുടെ എണ്ണം കൂടുമല്ലോ. അപ്പോൾ കോമ്പറ്റേറ്റീവ് ആയിരിക്കും. മറ്റുള്ള കോഴ്സുകൾ പോലെ തന്നെ ഇതും കുറച്ച് കോമ്പറ്റേറ്റീവ് ആണ്. നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ആവുക എന്നുള്ളതാണ് ഇതിലുള്ളൊരു മെയിൻ വിജയം എന്ന് പറഞ്ഞത്. സ്കോപ്പായിട്ട് പറയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, എംപ്ലോയ്മെൻറ്റിന് പോകാം, ടീച്ചിങ്ങിന് പോകാം, ഇങ്ങനെയുള്ള സ്കോപ്പുകളാണ് ഇതിന് കൂടുതലുള്ളത്. അപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, എംപ്ലോയ്മെൻറ്റിന് ഒരുപാട് ആളുകളുണ്ട്, ടീച്ചിങ്ങിനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒരാളാവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, മദീനത്തുന്നൂറിൻ്റെ ആദ്യകാലത്ത് മദീനത്തുന്നൂറിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളായിട്ട് ഹക്കീം ഉസ്താദ് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് CA സിവിൽ സർവീസുകാരുണ്ടാകണം, അതുപോലെ തന്നെ ലോ പഠിച്ച അഡ്വക്കേറ്റ്സ് ഉണ്ടാകണം എന്നൊക്കെ ഉള്ളത്. അത് 3ഉം മദീനത്തുന്നൂർ പ്രതീക്ഷിച്ചതിലപ്പുറം മനോഹരമായിട്ട് ഇപ്പോൾ സാധ്യമായിട്ടുണ്ട്, പൂവണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഹക്കീം ഉസ്താദിൻ്റെ കൂടിയൊരു വലിയ സ്വപ്നമായിരുന്നു ഇത്. എങ്ങനെയായിരുന്നു ഹക്കീം ഉസ്താദിന് ഈ CA ആയതിനു ശേഷം, പാസ്സായതിനു ശേഷം പോയി കണ്ട സന്ദർഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്തായിരുന്നു? പാസ്സായതിനു ശേഷം നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ്, ഉസ്താദിനെ പെട്ടെന്ന് കാണണം, സന്തോഷം അറിയിക്കണം എന്നില്ല. ഉസ്താദിനെ പേഴ്സണലായിട്ട് നമ്മൾ പോയി കണ്ടു, സന്തോഷം അറിയിച്ചു, കുടുംബങ്ങളെ സന്തോഷം അറിയിച്ചു. പിന്നെ ഉസ്താദിനെ ഞാനും റിസൾട്ട് വന്ന ഉടനെ തന്നെ ഉസ്താദിനെ കണ്ടു. അന്ന് ഉസ്താദിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇതിൻ്റെ നൂറാനിമാരെ CA ആയതിലൂടെ വലിയ ലക്ഷ്യം കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആയതിനു ശേഷം 2 മാസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് ഉസ്താദ് ഒരു മീറ്റിംഗ് വെച്ചു. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ഇസ്ലാമിക രീതിയും കൂടെ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളും എങ്ങനെ ആവാം എന്നുള്ള രീതിയൊക്കെ ഉസ്താദ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. നൂറാനി ഇതിൽ പഠിക്കുന്ന ആളുകളെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സക്കാത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പദ്ധതിയായിട്ട് നടപ്പിൽ വരുത്താൻ. അപ്പോൾ ഉസ്താദിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ CA എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മതം പഠിക്കുന്നവർക്കും വെള്ളവസ്ത്രം ധരിക്കുന്നവർക്കൊന്നും ഇതൊന്നും സാധിക്കില്ല എന്ന് പറയുന്ന ഒരു മിത്ത് സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഒരു കാലത്താണ് 2 പേരും മദീനത്തുന്നൂറിൽ നിന്നും CA പാസ്സായിരിക്കുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കുന്നത്. എല്ലാവർക്കും, ഇവിടെ പഠിക്കുന്നവർക്കും പുറത്തുള്ളവർക്കും എല്ലാം ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.